ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സാക്ഷി നേരത്തെ പറയാതിരുന്ന പുതിയ പോയിന്റിൽ നടത്തിയ തെരച്ചിലാണ് താടിയൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത്. അസ്ഥിഭാഗങ്ങൾ പരിശോധനയ്ക്കയക്കാനായി ഫോറൻസിക് ലാബിലേക്ക് മാറ്റി. പതിനൊന്ന്, 12, 13 പോയിന്റുകളിലായിരുന്നു ഇന്ന് പരിശോധന നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇന്ന് നേരെ കയറിയത് കാടിനകത്തേക്ക്. 11ാം പോയിന്റിൽ നിന്ന് 100 അടി അകലെ സാക്ഷി കാണിച്ച പുതിയ സ്ഥലം ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യുന്നു. തുടർന്ന് മണ്ണുകുഴിച്ചുള്ള പരിശോധന. സാക്ഷി കാണിച്ചു കൊടുത്ത പുതിയ സ്ഥലത്തുനിന്ന് 12 അരയോടെ ചില അസ്ഥിഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. താടിയെല്ലിന്റെ ഭാഗങ്ങളും പോളിസ്റ്റർ സാരിയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തവയിൽപ്പെടും. പ്രാഥമിക ഫോറൻസിക് പരിശോധനയ്ക്കും ബഹസർ നടപടികൾക്കും ശേഷം ഉപ്പുപുരട്ടിയ അസ്ഥിഭാഗങ്ങൾ ബയോസേഫ് ബാഗുകളിലാക്കി. 2000 മുതൽ 2015 വരെ ധർമ്മസ്ഥലയിലുണ്ടായ ദുരൂഹ മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചതായ വിവരം കൂടുതൽ ആശങ്കകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. രേഖകൾ നശിപ്പിച്ചെന്ന് ബെൽത്തങ്ങാടി പോലീസ് ഇതിനോടകം സമ്മതിച്ചു കഴിഞ്ഞു. 2002 മുതൽ 2012 വരെ ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ ചില കേസുകളുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നതിനിടെയാണ് രേഖകൾ നശിപ്പിച്ചതായി പോലീസ് തന്നെ പറയുന്നത്. കാലഹരണപ്പെട്ട രേഖകൾ കോടതി അനുമതിയോടെ നശിപ്പിക്കാമെന്ന ന്യായീകരണമാണ് പോലീസ് ഇതിന് നൽകുന്നത്. ദുരൂഹമായ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ തന്നെ അന്വേഷണം പകുതി വഴിയിൽ അവസാനിപ്പിച്ച പല കേസുകളും വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അസ്ഥിഭാഗങ്ങൾ കൂടി ലഭിക്കുന്നതോടെ വീണ്ടും ചില പുതിയ പരാതികൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിലേക്ക് വരികയാണ്. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ പകുതി ജീർണിച്ച ശരീരം പോലീസ് ഇൻക്വസ്റ്റ് നടത്താതെ സംസ്കരിച്ചുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ടി ജയന്താണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതുവരെ പരിശോധിച്ചതും ഇനി പരിശോധിക്കാനുള്ളതുമായ സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. ഈ ആവശ്യവുമായി സാക്ഷിയുടെ അഭിഭാഷകനും SITയെ സമീപിച്ചിട്ടുണ്ട്. കാടും പുഴയും ചേരുന്ന ഭാഗത്ത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്രമാത്രം ഫലപ്രദമാകുമെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ SIT ഇതിനോടകം ശാസ്ത്രീയ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നതിനിടയിൽ ധർമ്മസ്ഥലയിൽ മാധ്യമ വിലക്ക് പ്രഖ്യാപിച്ച ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് ജഡ്ജി B. വിജയകുമാർ റായ് കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. മാധ്യമ വിലക്ക് റദ്ദാക്കിയ ഹൈക്കോടതി വീണ്ടും കേസ് കേൾക്കാൻ കീഴ്ക്കോടതിയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വിലക്ക് പ്രഖ്യാപിച്ച ജഡ്ജി കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. സെഷൻസ് കോടതി ജഡ്ജി ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലെ കോളേജിലാണ് പഠിച്ചിരുന്നത്. മാത്രമല്ല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷകന്റെ ജൂനിയറുമായിരുന്നു വിജയകുമാർ. കേസിന്റെ വാദങ്ങൾ വിജയകുമാറിന്റെ കോടതിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം നേരത്തെ ചില അഭിഭാഷകർ ഉന്നയിച്ചതുമാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജഡ്ജി കേസ് കേൾക്കുന്നതിൽ നിന്ന് സ്വയം മാറിയതെന്ന വിവരങ്ങളുമുണ്ട്. നേരത്തെ താൻ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളെ കൂടാതെ പുതിയ ചില സ്ഥലങ്ങൾ കൂടി മാർക്ക് ചെയ്ത് പരിശോധിക്കണമെന്ന് സാക്ഷി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് മലയാളം, ധർമ്മസ്ഥല.